അതിൽ ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിച്ചതിന് മലയാള വേദിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇത് ദിവസേന ലക്ഷക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു ദേശീയ പാതയാണ്. ആ ദേശീയ പാതയോരത്ത് ഇങ്ങനെ ഇവിടെ വളരെ പ്രശസ്തമായ പുരാതനമായ ക്ഷേത്രം, അമ്പലം, ആ അമ്പലത്തിന് തൊട്ടടുത്ത് തന്നെ ഇത്തരത്തിൽ ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ സ്മാരകമായി ഒരു സ്തൂപം, ഇത് സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ഇതൊരു ചരിത്ര സ്മാരകമായി ഇതിനെ നിലനിർത്തുകയും ഒക്കെ ചെയ്യുന്നതിൽ അഭിമാനിക്കുന്ന നാവായിക്കുളത്തെ നാനാജാതി മതസ്ഥരായ വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും വ്യത്യസ്ത സംഘടനകളിലും ഒക്കെ പ്രവർത്തിക്കുന്ന ഈ നാട്ടിലെ ചരിത്രത്തിൽ ഔത്സുക്യമുള്ള നമ്മുടെ സംസ്കാരത്തെ സംബന്ധിച്ച് അഭിമാനിക്കുന്ന നല്ലവരായ നാട്ടുകാരെയും ഒരിക്കൽ കൂടി അവരുടെ എല്ലാം മുമ്പിൽ അഭിമാനപൂർവ്വം, വിനയപൂർവ്വം, സ്നേഹപൂർവ്വം ശിരസ് നമിച്ചുകൊണ്ട് നിങ്ങളെ സാക്ഷ്യം നിർത്തി മനോഹരമായ സായനത്തിൽ ഈ സമ്മേളനം, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. മലയാള വേദിക്ക് ഒരിക്കൽ കൂടി എല്ലാ വിജയ ആശംസകളും നേരുന്നു. ഇതിനെ വലിയ രീതിയിൽ ആദരിക്കപ്പെടേണ്ടതാണ്. ആ ചരിത്രത്തിന്റെ ഒരു തിരിശേഷിപ്പാണ് ഇവിടെ നിലനിൽക്കുന്നത്. നമ്മൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവരോട് തീർച്ചയായും ഉചിതമായ രീതിയിൽ ഇതെങ്ങനെ ഇവിടെ സംരക്ഷിക്കപ്പെടണം. ഞാനും ആദ്യകാലത്തൊക്കെ സ്റ്റാച്ചു എന്തോന്നാണ് ഈ സ്റ്റാച്ചു, തിരുവനന്തപുരത്തെ സ്റ്റാച്ചു അതെന്തോന്നാണ്, അവിടെ വേറൊന്നുമില്ല, മാധവരായരുടെ പ്രതിമയാണ് ഇല്ലേ, അത് മാത്രമാണ് അവിടെ ഉള്ളത്. മാധവരായര് പഴയ നമ്മുടെ ഒരു ദിവാൻ. ഈ സ്റ്റാച്ചു കേരളത്തിന്റെ സാമൂഹിക വിപ്ലവത്തിന്റെ ഒരു പടവാള് പോലെ ജ്വലിക്കേണ്ട ഈ മഹാസംഭവത്തിനെ അനുസ്മരിക്കാൻ നടപടിയെടുത്ത തീർച്ചയായിട്ടുള്ള മലയാള വേദിയെ ഞാൻ അഭിനന്ദിക്കുന്നു. തീർച്ചയായും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവരുടെ കൂടെ ശ്രദ്ധ ഇക്കാര്യത്തിൽ, ഇതൊക്കെ അനുസ്മരിച്ചില്ലെങ്കിൽ, ഇതൊക്കെ ആഘോഷിച്ചില്ലെങ്കിൽ നമുക്ക് പിന്നെ എന്തോന്നാണ് അനുസ്മരിക്കാനും ആഘോഷിക്കാനും ഉള്ളത്? ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിന്റെ ഈ മഹാക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് തീർച്ചയായും ഇത് എല്ലാവിധത്തിലുള്ള ഔചിത്യങ്ങളോടെ സംരക്ഷിക്കപ്പെടണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.